ചൂരൽമലയെയും മുണ്ടക്കയെയും പിടിച്ചു കുലുക്കിയ ഉരുൾപൊട്ടലുണ്ടായിട്ട് ഇന്ന് 8 ദിവസം. കേരളം കണ്ട എക്കാലത്തെയും വലിയ ദുരന്തത്തിൽ ഓരോ ദിവസവും ഉയരുന്ന മരണസംഖ്യയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നാടാകെ. ഒരാഴ്ച പിന്നിടുമ്പോഴും തിരച്ചിൽ തുടരുകയാണ്. 8ാം ദിവസവും ചാലിയാർപുഴയിൽ നിന്ന് 2 ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പോത്തുകല്ല്, മമ്പാട് എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ് ഇന്ന് ശരീരഭാഗങ്ങൾ ലഭിച്ചത്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് 10 വർഷമായി പ്രവർത്തിക്കുന്ന തണൽമരം സൗഹൃദ കൂട്ടായ്മ വയനാട്ടിൽ 5 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചുരൽമല, മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങളിലെ 5 കുടുംബങ്ങൾക്കാണ് കൂട്ടായ്മ വീടൊരുക്കുക. സർക്കാർ സർവീസിൽ നിന്ന് ഈ വർഷം വിരമിച്ച എടവണ്ണ പഞ്ചായത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എടവണ്ണ യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂണിയനിലേക്ക് സ്വീകരണം നൽകി. SSPU സംസ്ഥാന കമ്മിറ്റി അംഗം MK ദേവകി ഉദ്ഘാടനം ചെയ്തു. വയനാട് പുനരധിവാസത്തിന് സമഗ്ര പാക്കേജ് വേണമെന്ന് പ്രതിപക്ഷ നേതാവ്. ദുരിതബാധിതരെ മാറ്റിപ്പാർപ്പിക്കുമ്പോൾ എല്ലാ സൗകര്യവും ഉറപ്പുവരുത്തണമെന്നും ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് വി. സതീശൻ പറഞ്ഞു. കൃത്യമായ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ഈ പുനരധിവാസം എന്ന് പറയുന്നത് സാധാരണ ഒരു പുനരധിവാസം പോലെ ആകരുത്. കാരണം ഇതിൽ ഒരുപാട് പേർ വീട്ടിൽ വരുമാനം ഉണ്ടാക്കുന്ന ആൾ നഷ്ടപ്പെട്ട വീടുകളുണ്ട്. അവരെന്ത് ചെയ്യും? വാടക കൊടുത്താൽ വാടക വീട്ടിൽ പോയി എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ മാത്രമായവരുണ്ട്, അനാഥരായ കുഞ്ഞുങ്ങളുണ്ട്, പ്രായമായവരുണ്ട്, മക്കളുടെ മക്കളും നഷ്ടപ്പെട്ടവർ. അവർക്ക് സ്വയം തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. സർക്കാർ ചെയ്യേണ്ടത് ഒരു 400-450 കുടുംബങ്ങളാണ് ഇങ്ങനെ വരുന്നത്. ഓരോ കുടുംബത്തിൻ്റെയും സ്പെഷ്യൽ കേസായിട്ട് പരിഗണിച്ച് ചെയ്യണം. വയനാട് മുണ്ടക്കൈ രക്ഷാപ്രവർത്തനത്തിൽ നാടിന് മാതൃകയായി മമ്പാട് മേപ്പാടം പ്രദേശ് ക്ലബ്ബ്. കഴിഞ്ഞ ഒരാഴ്ചയായി മറ്റ് സന്നദ്ധ പ്രവർത്തകർക്കും സർക്കാർ സംവിധാനങ്ങൾക്കുമൊപ്പം 40 അംഗ സംഘം സജീവമായിരുന്നു. നിലമ്പൂർ തൃക്കൈക്കുത്തിൽ നിർത്തിയിട്ടിരുന്ന കാറിന് തീപിടിച്ചു. റോഡരികിൽ നിർത്തിയിട്ട കാറിനാണ് തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് സൂചന. ദുരന്തഭൂമിയായ വയനാടിന് കൂടുതൽ സഹായം പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ്. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് നേതാക്കൾ ദുരന്തഭൂമിയിൽ സന്ദർശനം നടത്തി. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ MLA ഉൾപ്പെടെയുള്ള നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. 100 വീടുകളാണ് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്നത്. വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാവാൻ വണ്ടൂർ സാഗർ ഹോട്ടൽ ഉടമകളും ജീവനക്കാരും. നാളത്തെ മുഴുവൻ വരുമാനവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. ജില്ലയിൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്ന് സൈബർ പോലീസ് മുന്നറിയിപ്പ്. ഈ വർഷം ജൂലൈ 26 വരെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് 290 സൈബർ കേസുകളാണെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത് 185 കേസുകളാണ്. വയനാട്ടിലെ ദുരിതബാധിത കുടുംബങ്ങളുടെ ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ലക്ഷം രൂപ നൽകി CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റി. വയനാടിനെ കൈപിടിച്ചുയർത്താൻ എല്ലാ വിഭാഗ ജനങ്ങളും കൈകോർക്കണമെന്നും ആവശ്യമായ സഹായങ്ങൾ നൽകണമെന്നും CPIM ജില്ലാ കമ്മിറ്റി അഭ്യർത്ഥിച്ചു.